Hey everyone, it's me Rahul. Welcome to Mentorfx, my YouTube channel. So നമുക്ക് നാളത്തെ മാർക്കറ്റ് അനാലിസിലോട്ട് പോകാം ഫ്രൈഡേ ആൻഡ് ടുഡേ സെൻസെക്സിൻ്റെ എക്സ്പയറി ആയിരുന്നു. സോ ഒബ്വിയസ്ലി മാർക്കറ്റ് ഈവനിങ് വരെ ഒരു സൈഡ് വേസ് മൂവ്മെൻ്റ് ആയിരുന്നു. ആൻഡ് ആഫ്റ്റർനൂൺ ആണ് മാർക്കറ്റ് ഒരു ആഫ്റ്റർ 3 o'clock നമ്മുടെ 3 PM സ്ട്രാറ്റജി വെച്ചിട്ട് ഒരു എൻട്രി ഉണ്ടായിരുന്നു സൂപ്പറായിട്ട് സെൻസെക്സിൽ. ആൻഡ് നമുക്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിലും ആഫ്റ്റർനൂൺ ആ ഒരു എൻട്രിയാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, സോ നമ്മൾ നോക്കുകയാണെങ്കിൽ സെയിം ഇത് തന്നെയായിരുന്നു നിഫ്റ്റിയുടെ എൻട്രി എന്ന് വന്ന് നമ്മുടെ ഈ ഒരു ഓർഡർ ബ്ലോക്ക്, ഇതൊരു ഓർഡർ ബ്ലോക്കാണ്. ഈ ഓർഡർ ബ്ലോക്കിൽ നിഫ്റ്റി ടാപ്പ് ചെയ്തു, ലാസ്റ്റ് റിവേഴ്സ് ചെയ്തു. സോ ഇത് ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാർക്കറ്റിനെ ഒരിക്കലും ഈ ഒരു ബ്രേക്ക് ഔട്ടിൽ എൻട്രിക്ക് പോകരുത്. എസ്റ്റർഡേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ബ്രേക്ക് ഔട്ടിൽ നിങ്ങൾ എൻട്രിക്ക് പോകരുത്. നാളെ മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഏരിയയിൽ നിൽക്കുകയാണെങ്കിൽ ഒന്നുകിൽ നമുക്ക് ഇവിടെ വരണം അല്ലേ. ഇന്നലെ ശ്രദ്ധിച്ച് കേട്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് ഒന്നുകിൽ താഴെ വരണം, താഴെ വന്ന് ബൈ ഓൺ ദ ഡീപ്പ്. സോ ബൈ ഓൺ ദ ഡീപ്പ് ആണെങ്കിൽ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ നമുക്ക് ആ ഒരു എൻട്രി തന്നിട്ടുണ്ടായിരുന്നു. ബട്ട് ഒബ്വിയസ്ലി നമുക്കറിയാം ഈ ഒരു ക്യാൻഡിൽ നമുക്ക് ആർക്കും എൻട്രി എടുക്കാൻ കഴിയത്തില്ല. കാരണം മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് മനസ്സിലാകുന്നതിന് മുന്നേ നമുക്ക് ഈ എൻട്രി ആർക്കും എടുക്കാൻ കഴിയത്തില്ല. കാരണം മാർക്കറ്റ് എന്ത് ചെയ്തു, രാവിലെ തന്നെ മോർണിംഗിൽ തന്നെ ഫസ്റ്റ് ഇവിടുത്തെ എല്ലാ ലിക്വിഡിറ്റിയും കളക്ട് ചെയ്തു. ഈ ഏരിയയിലെ മൊത്തം ലിക്വിഡിറ്റിയും കളക്ട് ചെയ്തു. ഇവിടുത്തെ ലിക്വിഡിറ്റി മാർക്കറ്റ് കളക്ട് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയി. സോ അത് കഴിഞ്ഞ് മാർക്കറ്റ് നമ്മുടെ ഇന്നലത്തെ ഹൈ ഈ റേഞ്ചിനുള്ളിൽ തന്നെ മാർക്കറ്റ് നിന്നത്. അങ്ങനെ മാർക്കറ്റ് ഒരു 12:30 ആയപ്പോൾ ഈ ബ്രേക്ക് ഔട്ട് തന്നു. ഈ ബ്രേക്ക് ഔട്ട് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനൊരു ബ്രേക്ക് ഔട്ട് ഒരിക്കലും നമ്മൾ എത്ര സ്ട്രോങ് ക്യാൻഡിലാണെങ്കിൽ പോലും നമ്മൾ ഇതിനെ അവോയ്ഡ് ചെയ്യണം. കാരണം റീടെസ്റ്റിന് വെയിറ്റ് ചെയ്യണം നമ്മളെപ്പോഴും. ആ ഒരു ബ്രേക്ക് ഔട്ടിൽ എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ലോസ് ആയിട്ടുണ്ടാകും. കാരണം എന്താ വെച്ചാൽ ആ ബ്രേക്ക് ഔട്ട് ഫേക്ക് ബ്രേക്ക് ഔട്ട് ആയിരുന്നു. കാരണം ആ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് അപ്പം തന്നെ മാർക്കറ്റ് വീണ്ടും താഴോട്ട് തന്നെ വീണു. ബട്ട് സെക്കൻഡ് അറ്റംപ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് തിരിച്ച് വന്നിട്ട് മുകളിലോട്ട് പോവുകയാണെങ്കിൽ, അത് ഇവിടെ സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് പോവുകയാണെങ്കിൽ ഇവിടെ നിന്ന് തന്നെ എടുക്കുക. ബട്ട് മാർക്കറ്റ് നിങ്ങൾ നോക്കിയാൽ അറിയാം, ജസ്റ്റ് ഇത്രയും ലോജിക്ക് നിങ്ങൾ എന്തായാലും മാർക്കറ്റിൽ ഉപയോഗിക്കണം. സ്വന്തമായിട്ടിരിക്കുമ്പോൾ ഈ ഏരിയ ആണ് മാർക്കറ്റിൻ്റെ സപ്പോർട്ട് ഏരിയ അല്ലേ. കാരണം മാർക്കറ്റ് ഇവിടെ നിന്നാണ് റിജക്ഷൻ എടുത്തിട്ടുള്ളത് പലവട്ടം. എന്താ ഇവിടുന്ന് റിജക്ഷൻ എടുത്തു. സോ ഒബ്വിയസ്ലി മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്ത് തിരിച്ചു വന്നപ്പം ഈ ഏരിയയിൽ തന്നെ റിജക്ഷൻ എടുത്തു, സപ്പോർട്ട് എടുത്തു, മുകളിലോട്ട് കയറിപ്പോയി. നോക്കിയാൽ അറിയാം അവിടെ ഒരു ടീസർ ബോട്ടം ക്യാൻഡിലും വന്നിട്ടുണ്ട്. ടീസർ ബോട്ടം എന്താണ് ഞാൻ പറഞ്ഞതുണ്ട് ഒരുപാട് വട്ടം. ടീസർ ബോട്ടംസ്. ഓക്കെ, ടീസർ ബോട്ടം ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ, അതായത് സെയിം ലോസ് വരുന്ന ക്യാൻഡിൽ ഉണ്ട്. ഇതാണ് ടീസർ ബോട്ടം ക്യാൻഡിൽസ്. സെയിം ലോസ് വരുന്ന ക്യാൻഡിൽ, സെയിം ലോ കണ്ടോ, സെയിം ലോ, ഈക്വൽ ലോസ്. ഇതാണ് ടീസർ ബോട്ടം ക്യാൻഡിൽസ്, ഈക്വൽ ലോസ്. സോ നിങ്ങളിവിടെ നോക്കിയാൽ കാണാം നമുക്ക് എന്താണ് ഇവിടെ ഒരു ടീസർ ബോട്ടം ആണ് അല്ലേ. ഈക്വൽ ലോസ്. ഓക്കെ, ഈക്വൽ ലോസ്. സോ ഈക്വൽ ലോസ് വന്നു കഴിഞ്ഞിട്ടാണ്, ഇതായിരുന്നു എൻ്റെ സെൻസെക്സിലെ എൻട്രി. ഞാൻ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ്ലി 3 PM എന്ന് പറഞ്ഞാൽ ഈ മൂവ്മെൻ്റ് ആയിരുന്നു എൻട്രിയുടെ 3 PM. ഓക്കെ, ഈ മൂവ്മെൻ്റ് ആയിരുന്നു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടീസർ ബോട്ടം ഇവിടെ വന്ന് മാർക്കറ്റ് വന്നു, ടച്ച് ചെയ്തു, സെയിം ലോസ് ഉണ്ടാക്കി. ഇത് നമുക്ക് എന്താണ്, ഇതാണ് നമുക്ക് അറിയായിരുന്നു എന്തായിരുന്നു, നമുക്കിതൊരു സപ്പോർട്ട് സോണാണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. രാവിലെ ഒരുപാട് വട്ടം മാർക്കറ്റ് 24,250 ഈ ഏരിയയിൽ വന്നിട്ട് സപ്പോർട്ട് എടുക്കുന്നുണ്ടായിരുന്നു മാർക്കറ്റ്. സോ ആദ്യം ഇവിടുന്ന് എൻട്രി എടുത്ത് ഇതിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് വെച്ച് ഹോൾഡ് ചെയ്തവർക്ക് ഫൈൻ. അതല്ലാതെ ഇവിടുന്ന് ബ്രേക്ക് ഔട്ട് ചെയ്ത് എൻട്രി എടുത്തവർക്ക് ലോസ് പോയിട്ടുണ്ടാവും ഷുവറായിട്ടും. സോ മാർക്കറ്റ് ആ ഒരു സപ്പോർട്ടിൽ വന്ന് മാർക്കറ്റ് ടാപ്പ് ചെയ്തു. അവിടെ ഒരു ക്യാൻഡിലിസ്റ്റിക് പാറ്റേൺ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറ്, ട്രേഡിങ് എപ്പോഴും പഠിക്കേണ്ട കാര്യമാണ്. പഠിച്ചിട്ട് മാത്രം ട്രേഡിങ് ചെയ്യുക. കാരണം ഇത് നമ്മൾ വീഡിയോയിൽ കാണുന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരിക്കലും ഇത് നിങ്ങളുടെ മനസ്സിലിരിക്കത്തില്ല. ഇത് പക്ഷേ പ്രൊഫഷണലായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഓരോ ക്യാൻഡിൽസ് വരുമ്പോഴും ആ ക്യാൻഡിൽസിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഇവിടെ നമുക്കിതെന്താണ്, ടീസർ ടോപ്സ് ആണ് അല്ലേ. ഇതുണ്ട് ടീസർ ടോപ്സ് ആണ്. മാർക്കറ്റ് ഈക്വൽ ഹൈസ് ആണ്. ടീസർ പാടത്തിന് നേരെ ഓപ്പോസിറ്റ്. മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ വരുമ്പോൾ ഒരു സസ്റ്റെയിൻ പീരീഡിൽ എത്തുമ്പോൾ മാർക്കറ്റ് അവിടെ നിന്ന് മുകളിലോട്ട് പോകാൻ കഴിയുന്നില്ല. ഇവിടെ നോക്ക്, ഈക്വൽ ലോസ് ആണ്, ടീസർ ബോട്ടംസ് ആണ്. അതെയാണ് ഇവിടെയും സംഭവിച്ചത്. മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്തു, മുകളിലോട്ട് പോയി. ഓക്കെ, സോ ലാസ്റ്റായിരുന്നു എൻട്രി ഉണ്ടായിരുന്നത്. നമ്മളത് 5 മിനിറ്റ്സിൽ ഇതിനെ മാറ്റുകയാണെങ്കിൽ നമുക്ക് ആ എൻട്രി കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ടീസർ ബോട്ടം, ഇതിന് മുകളിൽ എൻട്രി, ഡേ ഹൈ ടാർഗറ്റ്. ഓക്കെ, സോ 50 മിനിറ്റ്സിലാണ് നമുക്ക് അനലൈസ് ചെയ്യുന്നുണ്ട്, 5 മിനിറ്റ്സിലാണ് നമുക്ക് എൻട്രി എടുക്കേണ്ടത്. ഓക്കെ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് 10 മിനിറ്റ്സിൽ നോക്കിയാലും മതി, അല്ലെങ്കിൽ 5 മിനിറ്റ്സിൽ എൻട്രി എടുക്കാം. ഓക്കെ, സോ നാളെ നമ്മുടെ എൻട്രി എങ്ങനെയാണ്? നാളെ മാർക്കറ്റ് ഇതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ പോയി എൻട്രി എടുക്കരുത്. മാർക്കറ്റ് താഴെ വരട്ടെ,
താഴെ വന്നിട്ട് ഈ ഏരിയയിൽ ഒക്കെ മാർക്കറ്റിനെ കിട്ടുകയാണെങ്കിൽ ഇവിടുന്ന് തിരിച്ച് ബൈ ചെയ്യുക. ബൈ ഓൺ ദ ഡിപ്സ്. ഒരിക്കലും മാർക്കറ്റിൻ്റെ ഈ ഒരു മൂമെൻറ്റിൽ നിങ്ങൾ കയറരുത്. അതായത് ഇങ്ങനെ മൂമെൻറ്റിൽ കയറരുത്. മാർക്കറ്റ് എപ്പോഴും തിരിച്ചു വരാൻ വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റിനെ ഷോർട്ട് ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ മാർക്കറ്റിനെ എന്ത് ചെയ്യുന്നതാണ് നല്ലത്, നമുക്ക് മാർക്കറ്റിനെ എന്ത് ചെയ്യുന്നതാണ് നല്ലത്, ബൈ ഓൺ ദി ഡിപ്സ് നോക്കുന്നത് നല്ലത് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇത് മാർക്കറ്റിൻ്റെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. ഓക്കെ, ഇത് മാർക്കറ്റിൻ്റെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്കൊന്ന് മാർക്ക് ചെയ്തിട്ടേക്കാം. ഓക്കെ, ഫെയർ വാല്യൂ ഗ്യാപ്പ് FEG. സോ നമുക്കിവിടെ FEG ഓക്കെ, സോ ഈ FEG നമുക്കിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് അപ്പം മോളോട്ട് പോയിട്ട് ഉറപ്പായിട്ടും ഒരിക്കലും മാർക്കറ്റ് നിങ്ങളെപ്പോഴും ആലോചിക്കേണ്ട കാര്യം, ഒരു ബിഗ് പ്ലെയർ, അതായത് ഒരു OG പ്ലെയർ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരിക്കലും ഒരു ബ്രേക്ക് ഔട്ടിൽ അവർ ബൈ ചെയ്യത്തില്ല. ഓക്കെ, നമ്മളെപ്പോലെ റീറ്റെയിലേഴ്സിനെ പോലെ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പുണ്ട്. ഒരു റീറ്റെയിലേഴ്സിനെ പോലെ അവർ എന്താണ് ഒരു ബ്രേക്ക് ഔട്ടിൽ കയറി അവർ ബൈ ചെയ്യത്തില്ല. അവരെപ്പോഴും എന്താണ് മാൽ സസ്താ മേ മിൽനെ കെ ലിയെ കോശിഷ് കർത്താ ഹൈ. ഓക്കെ, അതായത് ഹിന്ദി പറഞ്ഞു കഴിഞ്ഞാൽ ഐറ്റം, അതായത് നമ്മുടെ ഇത് എന്താണ് പ്രൈസ് ചെറിയ പ്രൈസിൽ കിട്ടാനാണ് അവർ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളാണ് എപ്പോഴും ഈ ഒരു മൊമെൻറ്റിൽ ചാടി കയറി പൈസ കളയുന്നത്. അവരൊരിക്കലും ഈ മൊമെൻറ്റിൽ കയറത്തില്ല. അവരുടെ എന്താണ് ചെറിയൊരു പ്രൈസിൽ കിട്ടാനാണ് അവർ വെയിറ്റ് ചെയ്യുക. അപ്പം മാർക്കറ്റ് എപ്പോഴും മോളോട്ട് കയറി പോകുന്ന സമയത്ത് നിങ്ങൾ താഴെ ഇതേപോലെ ഓർഡർ ബ്ലോക്സോ FEG ഉണ്ടോ എന്ന് നോക്കുക. മാർക്കറ്റ് തിരിച്ച് റിവേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. എപ്പോഴും തിരിച്ച് റിവേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഞാനെപ്പോഴും എൻ്റെ ക്ലാസ്സിൽ എൻ്റെ സ്റ്റുഡൻസിനെ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. ഇങ്ങനൊരു മൊമെൻ്റൊക്കെ വരുമ്പോൾ ഈ മൊമെൻറ്റിൽ മാർക്കറ്റിൽ നമ്മളിവിടെ സെല്ലിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഈ മൊമെൻറ്റിൽ നമ്മളിവിടെ സെല്ലിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ഈ ഒരു ഇതിനകത്ത് നമ്മൾ സെല്ല് ചെയ്യുമ്പം ആരും ഒരാൾ ബൈ ചെയ്യുന്നതുകൊണ്ടല്ലേ നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റുന്നത്. ബിക്കോസ് ആ ബൈ ചെയ്യുന്നവർ അത് മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ അപ്പാണെങ്കിൽ ഈ ബൈ ചെയ്യുന്നത് ആരായിരിക്കും, അത് ബിഗ് പ്ലെയേഴ്സ് ആയിരിക്കും. ഓക്കെ, അവരായിരിക്കും അവിടെ ബൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ദിസ് ഇസ് ഓർഡർ ഫ്ലോ എന്നാണ് ഇതിനെ പറയുക, ഓർഡർ ഫ്ലോ. ഓക്കെ, ഇത് നമ്മൾ ഒരു ഡൗൺ ട്രെൻഡിൻ്റെ കേസ് വേറെയാണ്, ഡൗൺ ട്രെൻഡിൻ്റെ എല്ലാം പറയുന്നത്. ഒരു അപ് ട്രെൻഡിൻ്റെ കേസിൽ അപ് ട്രെൻഡിൻ്റെ ഓർഡർ ഫ്ലോ ആണിത്. ഓർഡർ ഫ്ലോ മീൻസ് അവിടെയാണ് ബിഗ് പ്ലേയേഴ്സ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബൈ ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങൾ അത് മനസ്സിലാക്കണം. അപ്പം മാർക്കറ്റ് ഒരു റിവേഴ്സ് വരുമ്പം നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇത് എൻ്റെ സെൽ ചെയ്യാനുള്ള ഏരിയ അല്ല. അപ്പോൾ അവരെ പോലെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ബൈ ഓപ്പർച്യൂണിറ്റീസ് ആണ് നോക്കേണ്ടത്. സോ മാർക്കറ്റ് 5 മിനിറ്റ്സിൽ ഇതിനെ മാറ്റാം. മാർക്കറ്റ് ഇങ്ങനെ കണ്ടിന്യൂസ് താഴോട്ട് വരുമ്പോൾ നമ്മളെന്താണ് ഇവിടെ നോക്കേണ്ടത്, ഇത് ഈ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തിട്ടില്ല. മാർക്കറ്റ് ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. സോ മാർക്കറ്റ് ഈ ഏരിയയിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ടത് അവിടുത്തെ ബൈ ഓപ്പർച്യൂണിറ്റീസ് ആണ്. സോ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇവിടെയും ബൈ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഇവിടെ നമുക്ക് മനസ്സിലാവും അറ്റ്ലീസ്റ്റ് ഇവിടുന്ന് ഒരു ബൈങ് ഉണ്ട്. ഇവിടുന്ന് മനസ്സിലായില്ലെങ്കിൽ ഇവിടുന്നെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകണം ഈ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, നമുക്ക് ബൈ ചെയ്യാൻ ടൈം ആയിട്ടുണ്ട്. സോ അങ്ങനെയാണ് ട്രേഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഡൗൺ ട്രെൻഡിൻ്റെ കേസിൽ എങ്ങനെയാണ്, ഡൗൺ ട്രെൻഡിൻ്റെ കേസിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. മാർക്കറ്റ് മോളോട്ട് അതായത് പോകുമ്പോൾ ഇതാണ് നമ്മൾ ഓർഡർ ഫ്ലോ, ഇവിടെയാണ് നമ്മൾ ട്രെൻഡ് എടുക്കേണ്ടത്. അതായത് മാർക്കറ്റ് മോളോട്ട് ഒരു പുഷ് ബാക്ക് ചെയ്യുമ്പോൾ ചാടിക്കയറി അവിടെ ബൈ ചെയ്യുകയല്ല ചെയ്യേണ്ടത്. അവിടെ സെൽ ഓപ്പർച്യൂണിറ്റി ആണ് നോക്കേണ്ടത്. കാരണം എന്താണ്, അവിടെ നമ്മുടെ ഓർഡർ ഫ്ലോ നേരെ ഓപ്പോസിറ്റാണ്. ഓക്കെ, അതായത് നമ്മൾ ബൈ ചെയ്യുമ്പം ബിഗ് പ്ലേയേഴ്സ് അവിടെ സെല്ല് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇവിടെ നമ്മൾ ബൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ സെല്ല് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ബൈ ചെയ്യാൻ പറ്റുന്നത് അല്ലേ. ബൈയും സെല്ലും ഓർഡർ ഒരാൾ നമ്മുടെ ഗ്രൂപ്പിൽ ചോദിക്കുന്നുണ്ടായിരുന്നു, എനിക്ക് വിൽക്കാൻ കഴിയുന്നില്ല, എന്തുകൊണ്ട് ഞാൻ മേടിച്ചത് വിൽക്കാൻ കഴിയുന്നില്ല, കാരണം എന്താണ് അവിടെ സെല്ലറില്ല. അപ്പം ഇവിടെ ആരോ സെല്ല് ചെയ്യുമ്പം നമ്മളെ പോലുള്ള ഒരു സെല്ല് ചെയ്യുമ്പം ബൈ ഉള്ളത് കൊണ്ടാണ് ഈ സാധനം താഴോട്ട് വരുന്നത്. സോ ഇവിടെ അപ്പം നിങ്ങൾ ആലോചിക്കേണ്ട ഇത്രേ ഉള്ളൂ, വെരി സിമ്പിൾ ലോജിക്. ഇൻ എ അപ് ട്രെൻഡ് മാർക്കറ്റ് ഒരു റിട്രേസ്മെൻറ്റ് തരുമ്പം അത് നമ്മുടെ ബൈ ഓപ്പർച്യൂണിറ്റീസ് ആണ് നമ്മൾ അവിടെ നോക്കേണ്ടത്. സോ ഈ റെഡ് ക്യാൻഡിൽ കയറി ബൈ ചെയ്യാനല്ല പറയുന്നത്, നമുക്ക് അവിടെ ഒരു കൺഫർമേഷൻസ് വെയിറ്റ് ചെയ്യണം. സോ ഇവിടെ ഒരു കൺഫർമേഷൻസ് ഉണ്ടോ? ഇല്ല. കാരണം എന്താണ്, ഇവിടെ ഒരു ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ ഇല്ല, ഇവിടെ സെല്ലിംഗ് തന്നെയാണ് കൂടുതലുള്ള. അടുത്ത ബൈയിങ് ക്യാൻഡിലാണെങ്കിലും ദിസ് ഇസ് നോട്ട് എ ബൈയിങ് ക്യാൻഡിൽ. സോ ഗ്രീൻ ക്യാൻഡിൽ ഇസ് നോട്ട് എ ബൈയിങ് ക്യാൻഡിൽ. ഓക്കെ, ക്യാൻഡിൽ സൈക്കോളജി പഠിക്കണം അതിന് വേണ്ടിയിട്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നു, ബട്ട് ഈ ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, ബട്ട് ഈ ക്യാൻഡിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ദിസ് ബോട്ടം ആൻഡ് ഓൾമോസ്റ്റ് എ ബുള്ളിഷ് എൻഗൾഫിംഗ് അല്ലേ. ഈ റെഡ് ക്യാൻഡിൽ ഈ പച്ച ക്യാൻഡിൽ കംപ്ലീറ്റ്ലി കവർ ചെയ്തിട്ടുണ്ട്. കാണിച്ചു തരാം. ബുള്ളിഷ് എൻഗൾഫിംഗ് യെസ്, ബുള്ളിഷ് എൻഗൾഫിംഗ്. സി ഒരു റെഡ് ക്യാൻഡിലിനെ ഒരു പച്ച ക്യാൻഡിൽ കംപ്ലീറ്റ്ലി കവർ ചെയ്യുക കേട്ടോ.
റെഡ് ക്യാൻഡലിനെ ഒരു പച്ച ക്യാൻഡിൽ കംപ്ലീറ്റ്ലി കവർ ചെയ്യുക. സോ ഇവിടെ ബുള്ളിഷ് അൺഗൾഫിംഗ് വന്നിട്ടുണ്ട്. സോ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഹിയർ ഹാവ് എൻട്രി. ഇവിടെ നമുക്കൊരു എൻട്രി ഉണ്ട്. വന്നിട്ട് തന്നെ നേരെ ഷിഫ്റ്റ് ചെയ്യുക ചെറിയ ടൈം ഫ്രെയിമിലോട്ട്. ഓക്കെ, ഇതിൻ്റെ മുകളിൽ ക്യാൻഡിൽ ക്ലോസ് എൻട്രി, ഇതിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ്, ഈ ഹൈ ടാർഗറ്റ്. സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കും ഞാൻ പറഞ്ഞത്. സോ നാളെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. ഓക്കെ, ഫ്രണ്ട്സിനും ഒക്കെ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നാളെ നമ്മൾ മാർക്കറ്റ് മുകളിലോട്ട് പോയി കഴിയുമ്പം മാർക്കറ്റ് എങ്ങനെയാണ് താഴോട്ട് വരുന്നതെന്ന് നോക്കണം. ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെ മാർക്കറ്റ് താഴോട്ട് വരുന്നത് നോക്കണം. ഇതേപോലെ FAGs ഉണ്ടോ എന്ന് നോക്കണം. അതെല്ലാം കണ്ടിന്യൂസ് താഴോട്ട് വരികയാണെങ്കിൽ നമ്മുടെ അടുത്ത സപ്പോർട്ടായിട്ട് ഇതായിട്ട് ആക്ട് ചെയ്യും. 24,000 ഈ ഏരിയ തന്നെയായിട്ട് നമുക്ക് ഇനി സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അതെല്ലാം നാളെ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിൽ കയറി പോവുകയാണെങ്കിലും യു വെയിറ്റ് ഫോർ എ റീടെസ്റ്റ്. ഓക്കെ, വെയിറ്റ് ഫോർ എ റീടെസ്റ്റ്, റിട്രേസ്മെൻറ്റ്, പുൾ ബാക്ക് ആൻഡ് അപ്പ്. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഗ്യാപ്പ് ഡൗണിൽ വീഴുകയാണെങ്കിലും ബൈ ഓൺ ദ ഡിപ്പ്. ഓക്കെ, ബൈ ഓൺ ദ ഡിപ്പ്. എവിടെയാണ് ഗ്യാപ്പ് ഡൗണിൽ വീഴുന്നത് അവിടുന്ന് ബൈ ഓൺ ദ ഡിപ്പ്. ഇതാണ് നാളത്തെ നമ്മുടെ സ്ട്രാറ്റജി. ഓക്കെ, ഫ്ലാറ്റ് ഓപ്പണിങ് ചെയ്യുന്നെങ്കിൽ ഫൈൻ. അതിൻ്റെ കേസ് വേറെയാണ്. കൺസോൾട്ടേഷൻ ചെയ്യുക, ബ്രേക്കൗട്ട്. ഓക്കെ, കൺസോൾട്ടേഷൻ, ബ്രേക്കൗട്ട്, ഇത് നോക്കുക. ഓക്കെ, സോ സിമ്പിളായിട്ട് മാർക്കറ്റിനെ ഒരുപാട് കോംപ്ലിക്കേറ്റ് ആക്കണ്ട. സിമ്പിളായിട്ട് മാർക്കറ്റിൽ എനിക്ക് ലോസ് വരുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഷുവർ എനിക്കും ലോസ് വരാറുണ്ട്. ഓക്കെ, കൺഫേം ലോസ് വരാറുണ്ട്. കാരണം നമ്മൾ മാർക്കറ്റ് ആരുടെയും കയ്യിലല്ല. പക്ഷേ ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ ഏറ്റവും ലാസ്റ്റ് ആയിരുന്നു ഒരു എൻട്രി ഉണ്ടായിരുന്നത്. വൈകുന്നേരം വരെ എൻട്രി ഉണ്ടായിരുന്നില്ല. സോ ലോസ് ഇസ് എ പാർട്ട് ഓഫ് എ ഗെയിം. ഓക്കെ, അതുകൊണ്ട് അപ്പം നമ്മൾ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ട്രേഡ് ചെയ്യുക. ഓക്കെ, സോ നാളെ കാണുന്നവരെ ബൈ, ഗുഡ് നൈറ്റ്.